ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണ ഭാരത സംസ്ഥാനങ്ങളിൽ ബി.ജെ.പിക്ക് ശക്തമായ ചരിത്ര മുന്നേറ്റം ഉണ്ടാവുമെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. ജൂൺ 4-ന് വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ ദക്ഷിണ ഭാരത സംസ്ഥാനങ്ങളിൽ ബി.ജെ.പിക്കുള്ള എം.പിമാരുടെ എണ്ണം നിലവിലെ 39-ൽ നിന്നും 60-ലേക്ക് ഉയരുമെന്നാണ് വിലയിരുത്തൽ. കേരളം, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക എന്നിവിടങ്ങളിലെ ഫലം പുറത്തുവരുമ്പോൾ ബി.ജെ.പിക്ക് വലിയ മാറ്റം തന്നെയുണ്ടാകും. തമിഴ്നാട്ടിലെ രണ്ടാമത്തെ പ്രധാന ശക്തിയായി ബി.ജെ.പി ഉയർന്നു വരികയാണ്. ശക്തമായ ത്രികോണ മത്സരമാണ് സംസ്ഥാനത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഈ കടുത്ത മത്സരത്തിലും ബി.ജെ.പിക്ക് ശക്തമായ വിജയത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിയും. പച്ചനുണകളുടെയും തെറ്റായ വിവരങ്ങളുടെയും വ്യാപകമായ പ്രചരണമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് നടത്തുന്നത്. അതിനെ അതിജീവിച്ചാണ് ബി.ജെ.പിയുടെ ദക്ഷിണേന്ത്യൻ മുന്നേറ്റം. കഴിഞ്ഞ 10 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങളും 2024-ൽ വികസിത ഭാരതം എന്ന കാഴ്ചപ്പാടും ഉയർത്തിക്കാട്ടിയാണ് ബി.ജെ.പി പ്രചരണം നടത്തിയത്. തെറ്റായ വിവരങ്ങളും വ്യാജ വീഡിയോകളും പ്രചരിപ്പിച്ചാൽ തകർക്കാൻ കഴിയുന്നതല്ല ബി.ജെ.പി എന്ന രാഷ്ട്രീയ പാർട്ടിയെ. ജനഹൃദയങ്ങളിൽ വിശ്വസ്തതയും പ്രതീക്ഷയുമുള്ള രാഷ്ട്രീയ പാർട്ടിയായി ബി.ജെ.പി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ബി.ജെ.പി 400 സീറ്റ് നേടിക്കഴിഞ്ഞാൽ ഭരണഘടന മാറ്റിയെഴുതുമെന്ന വ്യാജ പ്രചരണം നടത്തിയ കോൺഗ്രസിനുള്ള കനത്ത മറുപടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലുള്ള വിജയം. പ്രചരണത്തിനായി വ്യാജ വീഡിയോകൾ പോലും തയ്യാറാക്കാൻ കോൺഗ്രസ് മടിക്കുന്നില്ല. കൊള്ളയും കള്ളവും കോൺഗ്രസിന്റെ മുഖമുദ്രയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖരനെതിരെയും മോർഫിംഗ് കുപ്രചരണങ്ങൾ അരങ്ങേറിയിരുന്നു. തന്റെ ചിത്രത്തിനൊപ്പം മറ്റൊരാളുടെ ചിത്രവുമായി മോർഫ് ചെയ്ത് കൂട്ടിച്ചേർത്തിരുന്നു. കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വത്തിലായിരുന്നു ഇതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അതിനാൽ അമിത്ഷായുടെ വ്യാജ വീഡിയോ ഒറ്റപ്പെട്ട സംഭവമല്ല. നുണപ്രചരണം നടത്തി വോട്ട് നേടുക മാത്രമാണ് കോൺഗ്രസിന്റെ ഏക മാർഗം. അതുകൊണ്ട് തന്നെ രാജ്യത്തുടനീളം അവർ ഇത് പ്രയോഗിക്കുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും മറ്റ് പിന്നാക്ക സമുദായങ്ങൾക്കുമുള്ള സംവരണ കോട്ട നിർത്തലാക്കുമെന്ന് അമിത്ഷാ പറയുന്ന വ്യാജ വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചത്. സംഭവത്തിൽ 3 പേർക്കെതിരെ കേസെടുക്കുകയും ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കേസിൽ തെലങ്കാന മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡിയെയും ഡൽഹി പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഹാജരാകാൻ കഴിയില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.